ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സംഭവം. ആലപ്പുഴയിൽ CPM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BMS-കാരായ 7 പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 11 കൊല്ലവും 6 മാസവുമാണ് തടവ് ശിക്ഷ. CPIM കളർക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് വധിക്കാനായി ശ്രമിച്ചത്. 2013 ഫെബ്രുവരി 12-നായിരുന്നു ഈയൊരു സംഭവം, കേസിനാസ്പദമായ സംഭവം നടന്നത്. ആലപ്പുഴ ബൈപ്പാസിന് സമീപത്ത് വെച്ച് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് 2013 ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 1:30-യോടെയാണ് നാടിനെ ആകെ നടക്കിയൊരു സംഭവം ഉണ്ടായത്. കാരണം 10 വർഷം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളൊക്കെ ഒരു സജീവമായി നിൽക്കുന്നെങ്കിൽ ആലപ്പുഴ ടൗണിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണ സംഭവങ്ങളൊന്നും നടന്നിരുന്നില്ല. ഒരു നട്ടുച്ചയ്ക്ക് ബൈപ്പാസിന് നടു റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവാവിനെ 7 അംഗ ക്രിമിനൽ സംഘം അതിദാരുണമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയല്ല, അയാളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിക്രൂരമായി വെട്ടുകയായിരുന്നു. ഇയാൾ മരിച്ചു എന്ന് കരുതിയാണ് ഈ സംഘം രക്ഷപ്പെട്ടത്. ഇതിന് ഈ ഗിരീഷ് കുമാറിനോടുള്ളൊരു പകയ്ക്ക്, ശത്രുതയ്ക്ക് കാരണമായി പറയുന്നത് തീരമേഖല കേന്ദ്രീകരിച്ച് ചിലയിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ ലഹരി സംഘങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യാപകമായ രീതിയിൽ ലഹരി സംഘങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ആ ലഹരി സംഘങ്ങൾക്കെതിരെ DYFI പ്രാദേശിക തലത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനോടുള്ള ഒരു പകയായിട്ടാണ് DYFI നേതാവായ ഗിരീഷിനെ BMS പ്രവർത്തകരായ 7 അംഗ സംഘം അതിദാരുണമായി വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ളൊരു അക്രമ സംഭവങ്ങളും ഒക്കെ ഇതിനെ തുടർന്ന് അവിടെ നടക്കുകയും ചെയ്തിരുന്നു. കേസ് 10 വർഷമാണ് ഈ വിചാരണ നടപടികൾ കോടതിയിൽ നടന്നത്. ഇന്നാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചത്. അതായത് ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് ഷാജി, ഉണ്ണി, അഖിൽ, ചെറുക്കപ്പൻ, കരടി അജയൻ, മങ്കി മഹേഷ്, ശ്യാംകുട്ടൻ, ഉണ്ണി എന്നിവരാണ് പ്രതികൾ. ഇവർക്ക് എല്ലാവർക്കും 11 കൊല്ലവും 6 മാസവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇന്ന് കോടതി വിധിച്ചത്. ഇവരെല്ലാം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം ഒട്ടേറെ ക്രിമിനൽ കേസിൽ, വധശ്രമ കേസുകളിൽ, വധക്കേസുകളിൽ ഉൾപ്പെടെ. എന്താണെങ്കിലും പറഞ്ഞതുപോലെ 10 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾക്ക് 11 കൊല്ലവും 6 മാസവും തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. CPM കളർക്കോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രഘുനാഥ് നാരായണാണ് വിശദാംശങ്ങൾ നൽകിയത്.